ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചെയ്തതിൻ്റെ ഒരു കാര്യം കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അലങ്കാര മത്സ്യങ്ങളെ വളർത്തുക എന്നുള്ള ഗപ്പി അങ്ങനെയൊക്കെയുള്ള ചെറിയ അപ്പം അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കണ്ടില്ലേ, ഈ കാണുന്ന ഒരു 3 ബേസിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക. ഈ 3 ബേസൻ നമ്മൾ ഭായിമാർ റോഡിൽ കൂടെ ഒക്കെ വിൽക്കാൻ കൊണ്ടുവരുന്ന ബേസനാണ്. അതിപ്പം നമ്മുടെ എല്ലാവരുടെയും നാടുകളിൽ സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് ഡപ്പയാണ്. അതിൽ കുറച്ച് മീനുകളെയൊക്കെ വളർത്തുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം എങ്ങനെ കേടാവാതെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അത് ഉൾപ്പെടുത്താം. അപ്പം വീഡിയോ നമുക്കൊന്ന് കണ്ടേക്കാം. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വീട്ടിലും ചുമ്മാ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, കമോൺ. അപ്പോൾ ഇതാണ്ടേ, ഈ കാണുന്നതാണ് നമ്മുടെ അലങ്കാര മത്സ്യത്തിനെ വളർത്തുന്ന 3 ടാങ്കുകളെന്നൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല. 3 ബേസിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു 3 ബേസിൻ്റെ അകത്ത് നല്ല ശുദ്ധമായ വെള്ളം നിറച്ച് അതിലേക്ക് കുറച്ച് മണി പ്ലാന്റുകളും വെള്ളത്തിൽ വളരുന്ന ചില ചെടികളും ഒക്കെ നമ്മളതിൽ ഇട്ട് അതിനെ സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാണുന്നതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഗപ്പീസാണുള്ളത്, സാധാ ഗപ്പീസാണുള്ളത്. അതിൽ കുറച്ച് അലങ്കാര രീതിയിലുള്ളതും ഉണ്ട്, മിക്സാണ് ഇതിൽ കിടക്കുന്നത്. അധികം വലിയ സെറ്റപ്പിലുള്ളതൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ലാത്ത സാധനങ്ങളുണ്ട്. കുറേയധികം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഒരു കുപ്പിക്കകത്തും മണി പ്ലാന്റിൻ്റെ 2-3 തണ്ട് വെച്ചിട്ട് പടർത്തി എടുത്തിട്ടുള്ളതാണ്. ചെറിയ തണ്ട് ഇട്ടതിന് ശേഷം നമ്മൾ അങ്ങനെ പടർത്തി എടുത്തിട്ടുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ ടാങ്കിൻ്റെ അകത്ത് അതുകൊണ്ട് ഇങ്ങനെ കുറേ മീനുകളുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല, നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങിക്കുന്നതാണ്. അതുപോലെ ഈ കാണുന്ന പായലുണ്ട്, ഒരു വെറൈറ്റി അല്ലേ, മാല പോലെ ഇങ്ങനെ നിവർന്ന് കിടക്കും. വെള്ളത്തിൽ ഇങ്ങനെ ചുമ്മാതെ കിടക്കും. അതിന് മൂടൊന്നുമില്ല, ഇങ്ങനെ പടർന്ന് കിടക്കത്തേ ഉള്ളൂ. നല്ല രസമാണ്. അതുപോലെ ആ ചുമന്ന മീനിൻ്റെ ആ പേര് എന്തുവാ എന്ന് അറിയാവുന്നവരൊന്ന് പറയണേ, നമുക്ക് അതിൻ്റെ പേരറിയത്തില്ല. അതുപോലെ തന്നെ ഈ ചെടി നമ്മൾ ഒരു വർക്കിന് പോയെടുത്തുനിന്ന് അതിൻ്റെ ഒരു തണ്ട് ഒടിച്ച് വെച്ചതാണ്. അതും ചുമ്മാതെ വെള്ളത്തിലിങ്ങനെ കുത്തി നിർത്തിയതാണ്. അപ്പോൾ അതതിൻ്റെ അകത്ത് കയറി വേരൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നാളുകൊണ്ട് പൂക്കളൊക്കെ തരുന്നുണ്ട്. നല്ല രസമാണ് ഈ പൂക്കൾ. ഞാനിന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പൂ വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാമേ. അതുപോലെ ഇത് കണ്ടോ, ഈ കാണുന്നതും ഗപ്പീസാണ്. അപ്പോൾ ഇങ്ങനെ 3 ഡപ്പയ്ക്കകത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കഥ തുറക്കുമ്പം കാണുന്ന ഒരു വിഷ്വലാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നല്ല ആംബിയൻസ്, നമുക്കിത് ഇങ്ങനെ കണ്ണിന് കുളിർമ നൽകുന്ന ചില കാര്യങ്ങൾ. ഇതുപോലെ നമുക്കും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരു ടൈം പാസിനും ഒരു മനസ്സിനൊരു സന്തോഷത്തിനും. ചുമ്മാതൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചുമ്മാതെ ഇരുന്ന് സമയം കളയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു രസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കിട്ടുന്ന തുച്ഛമായ സമയം കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ തീറ്റ കൊടുക്കുന്ന ചെറിയ ഒരു സൈസ് പെല്ലറ്റ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതാണ്. അവരിങ്ങനെ കൊത്തിപ്പറിച്ച് തിന്നുന്നുണ്ടോ. നമുക്ക് നല്ല രസമാണ് ഇതിങ്ങനെ. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വന്ന് ഇരുന്ന് കാണാനും ഒക്കെ നല്ല രസമാണ്. അതുപോലെ ഈ പച്ചപ്പ്, രാവിലെ ഒരു പച്ചപ്പൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ കണ്ട് അതിന് തീറ്റയൊക്കെ കൊടുത്തിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബായിരിക്കും ആ ദിവസം. നമ്മൾ കൊടുക്കുന്ന തീറ്റ കണ്ട് ഈ കാണുന്നതാണ്. ഇതിന് 30-35 രൂപ കണ്ടേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അപ്പം രാവിലെയും വൈകിട്ടും നമ്മൾ ഇതിന് കൊടുക്കാറുണ്ട്. ഒരുപാടൊന്നും ഇവിടെ ഉണ്ട്. ഇത് വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വീർത്ത് വരുന്നത്. അപ്പം 2-3 നുള്ള് നമ്മളിട്ട് കൊടുക്കും. അതിൽ ഈ ചെടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ വെറുതെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെച്ചതാണ്. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതേന്ന് വേര് പൊട്ടി നല്ല രീതിയിൽ കിളിച്ച് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല നീല കളറിലുള്ള പൂക്കളുണ്ടാവേ. ആ പൂക്കൾ കണ്ടുകൊണ്ടാണ് പകൽ സമയത്തെ ആ പൂക്കൾ ഇങ്ങനെ നിൽക്കത്തുള്ളൂ വെയിലിറക്കുമ്പോൾ. അപ്പോൾ അതും നല്ല ഒരു രസമാണ്. എല്ലാം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുമ്പോൾ കാണുന്നൊരു വൈബുണ്ടല്ലോ,
രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ വീടുകൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കണേ.